ഈ അധ്യയന വർഷം, അതായത് 2025-26 കേരളത്തിൽ നിന്നും BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, MK തോമസ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളുമായിട്ട് കർണാടകയിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കാൻ KEA കർണാടക എക്സാമിനേഷൻ അതോറിറ്റി സർക്കാരിൻ്റെ ഒരു വിഭാഗമാണ് പ്രവേശന പരീക്ഷ നടത്തുന്നതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഈ വർഷത്തെ, അതായത് 2025-26 അഡ്മിഷൻ്റെ പ്രവേശന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങി. ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാം. പ്രവേശന പരീക്ഷ 2 ദിവസമായിട്ടാണ് നടത്തപ്പെടുന്നത്. 16/4/2025 ഏപ്രിൽ മാസം 16-ാം തീയതി ഫിസിക്സ്, കെമിസ്ട്രി 2 സബ്ജക്റ്റുകൾ നടത്തുന്നു. 17/4/2025 മാത്തമാറ്റിക്സും ബയോളജി നടത്തപ്പെടും. അതിൽ അപേക്ഷാ ഫോറം ഈ മാസം 23-ാം തീയതി മുതൽ ഓൺലൈനിൽ ലഭ്യമാകും. ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, ഒന്നുകൂടെ പറയാം. ഈ മാസം 23, അതായത് ജനുവരി 23 തീയതി മുതൽ കർണാടക KEAയുടെ എൻട്രൻസിനുള്ള, അതായത് പ്രത്യേകിച്ച് കേരളീയ നമ്മുടെ സമൂഹത്തിന് BSc നഴ്സിംഗിനുള്ള കർണാടകയിൽ അഡ്മിഷൻ കിട്ടാനുള്ള പ്രവേശന പരീക്ഷ ഓർത്തിരിക്കണം. അതിൻ്റെ ഓൺലൈനുള്ള അപേക്ഷ വിതരണം തുടങ്ങും. പരീക്ഷ നടത്തുന്നത് പറഞ്ഞല്ലോ, ഡേറ്റ് 16/4/2025, 17/4/2025. പ്രത്യേകം ഓർക്കുക, റാങ്കിങ് ഉള്ളതാണ്. മാത്തമാറ്റിക്സ് പരീക്ഷ ആരും സ്കിപ്പ് ചെയ്യരുത്. മാത്തമാറ്റിക്സ് പഠിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യണം. മറ്റൊന്ന്, മെഡിക്കൽ കോളേജുകളിലെ സീറ്റിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 7500ഓളം സീറ്റുണ്ട്, 60% കോട്ടയിൽ, അതായത് ഗവൺമെൻറ് കോട്ടയിൽ. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. താല്പര്യമുണ്ടോ? കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ വീണ്ടും വരുന്ന ദിവസങ്ങൾ തരാം. ഈ ഡ്രോപ്പ് ബോക്സിൽ ഞാൻ ഒരു ഫോം ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ആ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നുള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരാം. പിന്നെ ഏജൻറ്റുമാരോട്, ഈ കൊല്ലം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാൽ നിങ്ങൾക്കൊക്കെ അതിനകത്തോട്ട് മെമ്പറായിട്ട് വന്നിട്ട് അതിനകത്തുള്ള നമ്പറെല്ലാം കൂടെ വിളിച്ച് നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഏജൻറ്റുമാർ വിശ്വസിക്കരുത്. പരീക്ഷയിൽ എഴുതണം. അവർ കഴിഞ്ഞ കൊല്ലം ഒരുപാട് പേരെ പറ്റിച്ചു. ചുമ്മാ ഒന്ന് എഴുതിയാൽ മതി, കിട്ടിക്കോളൊന്നും. ഒന്നുമല്ല. 60%, മൊത്തത്തിൻ്റെ 60% സീറ്റിലേക്കാണ് KEA വഴി എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. സൂക്ഷിക്കുക. അപ്പോൾ ഡേറ്റൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് പറഞ്ഞേ, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതൊക്കെ. പിന്നെ ഒരു കാര്യം ഓർക്കുക, അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പേരിൽ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. മറന്നു പോകരുത്. കൂടുതൽ അപ്ഡേറ്റുകൾ വീണ്ടും തരാം. ഈ ഒരു ചാനൽ എന്താ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ ഈ ഫോം അതെനിക്ക് താല്പര്യമുള്ളത് കൂടുതൽ അതിനകത്ത് വീണ്ടും എന്തെല്ലാം ചെയ്യേണ്ട, അപേക്ഷ എങ്ങനെ പൂരിപ്പിക്കണം, അത് കഴിഞ്ഞിട്ടുള്ള വെരിഫിക്കേഷൻ സ്ലിപ്പ്, പിന്നെ ഓപ്ഷൻ എൻട്രി, ഇതൊക്കെ എനിക്ക് ഒരുപാട് പറഞ്ഞു തരാം. വ്യക്തിപരമായിട്ട് പറഞ്ഞു തരാം. അത് ഈ ഡ്രോപ്പ് ബോക്സിൽ കിടക്കുന്ന ഫോം ഒന്ന് പൂരിപ്പിച്ചോ. ഓക്കെ, സന്തോഷമായില്ലേ? നമുക്ക് അടുത്തൊരു കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.